വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ഇന്ന് ഒരു നിർണായക നീക്കം നടത്തി. പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ മോനെ എന്നായിരുന്നു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വികാരഭരിതനായി ആ പിതാവ് മകനോട് ചോദിച്ചത്. അപ്പോൾ അഫാന്റെ മറുപടി ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യ എന്നുള്ളതായിരുന്നു. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ അരും കൊലകൾക്ക് പിന്നിൽ എന്ന് വ്യക്തമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. ഒരു കാര്യം കൂടി വരുന്നത്, ഈ ആത്മഹത്യാ പ്രവണതയുണ്ട് അഹാന് എന്നുള്ളത് നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രകടമാക്കുന്നില്ല എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിവരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യമായാണ് പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനോട് ചോദിച്ചത്. ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യെന്ന് അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നും അഫാൻ. തന്റെയോ ഉമ്മ ഷെമിയുടെയോ കൈവശം പണമുണ്ടായിരുന്നില്ല. ഇതിന് തലേ ദിവസവും കാമുകി ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. 100 രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് ഉമ്മയുമായി ബന്ധുവീട്ടിൽ പണം കടം ചോദിക്കാൻ പോയി. ബാക്കി 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. വീട്ടിൽ കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകം ചെയ്തതെന്നും മൊഴി. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.